भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാൻ പിതാമഹം വീക്ഷ്യ വിഭൂതിരാത്മനോ വിഭൂ സംയോജ്യാത്മനിജാത്മാനം പത്മനേത്രേണ്യമീലയൽ. ലോകാഭിരാമം സ്വതനും ധാരണാധ്യാനമംഗളം യോഗധാരണയാഗ്നേയാദഗ്ധ്വാ ധാമാവിശൽ സ്വകം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ സമർപ്പിച്ചത്. ഇന്ന് ഈ അക്ഷരോപാസനയുടെ 898 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഭഗവാന്റെ സ്വധാമഗമനത്തിനു ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് ഏകാദശ സ്കന്ധം 31 അധ്യായത്തിൽ 7 ശ്ലോകം മുതൽ പറയുന്നു. ശ്രീ ശുബ്രഹ്മർഷി പറയുകയാണ്: ദിവിദുന്ദുഭയോ നേതു പേതുസ്സു മനസശ്ചഘാത് സത്യം ധർമ്മോ ധൃതിർഭൂമേ കീർത്തിശ്രീശ്ചാനുതം യയൂ. ദിവി ദുന്ദുഭയഃ നേതു, ആകാശത്തിൽ ദുന്ദുഭികൾ മുഴങ്ങി. അതേപോലെ തന്നെ ഘാത് സുമനസഃ പേതു, ആകാശത്തിൽ നിന്ന് പുഷ്പങ്ങൾ പതിച്ചു. ഭൂമേ, ഭൂമിയിൽ നിന്ന് സത്യം, ധർമ്മം, ധൃതി, കീർത്തി, ശ്രീ, ഇതൊക്കെ തം അനുയയു, ആ ഭഗവാനെ അനുയാനം ചെയ്തു. ഭഗവാന്റെ ദിവ്യശരീരം തങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞപ്പോൾ സകല ദേവന്മാരും അവരവരുടെ ലോകത്തിലേക്ക് ഭഗവാൻ എഴുന്നള്ളുന്നു വിചാരിച്ചു അത്രേ. ദിവ്യവാദ്യങ്ങൾ മുഴക്കി പുഷ്പവൃഷ്ടി ചെയ്തു. ഭഗവാൻ തൻ്റെ ലോകത്തിലേക്ക് തിരിച്ചുപോയി. അല്ലെങ്കിൽ തൻ്റെ ലോകത്തിലേക്ക് സ്വന്തം രൂപം ഈ മനുഷ്യലോകത്തിൽ നിന്ന് മറച്ചപ്പോൾ സത്യം, ധർമ്മം, ധൈര്യം, കീർത്തി, ഐശ്വര്യം തുടങ്ങിയ ശ്രേഷ്ഠ ഗുണങ്ങളൊക്കെ തന്നെ ലോകത്തിൽ നിന്ന് മറഞ്ഞു, അല്ലെങ്കിൽ ഭഗവാനെ അനുയാനം ചെയ്തു. ദേവാദയോ ബ്രഹ്മമുഖ്യാ ന വിശന്തം സ്വധാമനി അവിജ്ഞാതഗതിം കൃഷ്ണം ദദൃശുശ്ചാതിവിസ്മിത. ബ്രഹ്മമുഖ്യാഹ, ബ്രഹ്മം മുതലായ ആ ദേവന്മാര്, ദേവാദേഹ സ്വധാമനി വിശന്തം കൃഷ്ണം ന ദദൃശു, തങ്ങളുടെ
ആ സ്വധാമത്തിലേക്ക് ഭഗവാന്റെ പ്രവേശം കണ്ടില്ല അവരാരും എന്നാണ്. കൃഷ്ണനെ നദൃശു കണ്ടില്ല. അവിജ്ഞാതഗതി, അറിയപ്പെടാത്ത ഗതിയോടുകൂടിയ മഹിമാവോടുകൂടിയ കൃഷ്ണനെ അതിവിസ്മിതാഹ ദദൃശൂച്ച, വളരെ തേജോപുഞ്ചമായിട്ട് ശ്രീകൃഷ്ണനെ കാണുകയും ചെയ്തു. സ്വസ്ഥാനങ്ങളിലേക്ക് ഭഗവാൻ എഴുന്നള്ളുന്നുണ്ട് എന്ന് കാത്തുനിന്നു ബ്രഹ്മരുദ്രാദി ദേവന്മാർ. പക്ഷേ ഭഗവാന്റെ പ്രവേശം ഉണ്ടായില്ല. ഏതു മാർഗത്തിലേക്ക്, ഏത് ലോകത്തിലേക്ക് ഭഗവാൻ പോകുന്നു എന്ന് ആർക്കും അറിയാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള അവിടെയൊക്കെ തേജോപുഞ്ചമായി ഭഗവാനെ ദർശിച്ചു. സൗദാമന്യ യഥാകാശേ യാന്ത്യാഹിത്വാഭ്രമണ്ഡലം ഗതിർന ലക്ഷ്യത്തെ മർത്യൈസ്തഥാ കൃഷ്ണസ്യ ദൈവതൈഃ. ഏതുപോലെയാണ് ഭഗവാന്റെ ഈ ലീല? അഭ്രമണ്ഡലം ഹിത്വാ യാന്ത്യ സൗദാമിന്യ, മേഘമണ്ഡലത്തെ ഉപേക്ഷിച്ച് പോകുന്ന സൗദാമനി എന്ന് വെച്ചാൽ മിന്നൽ. ആ മിന്നലിൻ്റെ ആകാശേ ഗതി, ആകാശത്തിലുള്ള ആ ഗതി മർത്യൈ യഥാന ലക്ഷ്യത്തെ, മനുഷ്യർക്ക് കാണപ്പെടാൻ സാധിക്കാത്തതുപോലെ കൃഷ്ണസ്യ ഗതി, ശ്രീകൃഷ്ണൻ്റെ ആ ഗമനം ദൈവതൈഹി, ദേവന്മാരാൽ ന ലക്ഷ്യത്തെ, അവർക്കും കാണപ്പെടാൻ സാധിച്ചില്ല. മേഘമണ്ഡലം വിട്ടു സഞ്ചരിക്കുന്ന മിന്നൽ ഏത് തരത്തിലാണോ ആകാശത്തിൽ സഞ്ചരിക്കുന്നത്, ആ സൂക്ഷ്മമായ തലത്തെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതുപോലെ, അറിയാൻ സാധിക്കാത്തതുപോലെ സൗദാമിനിയുടെ മിന്നലിൻ്റെ പ്രകാശത്തിൻ്റെ, മിന്നലിൻ്റെ ഗതിവിഗതികളെക്കുറിച്ച് ദേവന്മാർക്കറിയാം. പക്ഷേ ഭഗവാന്റെ ഗമനമാർഗം ദേവന്മാർക്ക് അറിയില്ല. ആർക്കറിയാൻ സാധിക്കും? അത് ഭക്തന്മാർക്ക് അറിയുള്ളൂ. ശ്രീമദ് ഭാഗവതീ വാർത്ത സുരാണാമപി ദുർലഭ എന്ന് പറഞ്ഞു. ദേവന്മാർക്ക് ദുർലഭമാണെങ്കിലും ഭക്തന്മാർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ബ്രഹ്മരുദ്രാദയസ്തേതോ ദൃഷ്ട്വാ യോഗഗതിം ഹരേ വിസ്മിതാസ്താം പ്രശംസന്ത സ്വം സ്വം ലോകം യയുസ്തദാ. ബ്രഹ്മരുദ്രാദേഹ, ബ്രഹ്മാവ് രുദ്രൻ തുടങ്ങിയവർ, തേതു അവരോ, ഹരേ യോഗഗതിം ദൃഷ്ടുവ, ഹരിയുടെ യോഗഗതിയെ കണ്ടിട്ട്, അത് മനസ്സിലാക്കിയിട്ടല്ല, അത് കണ്ടു, വിസ്മിതാഹ, ആശ്ചര്യമുള്ളവരായി മാറി, താം പ്രശംസന്ത, അതിനെ പ്രശംസിച്ചു, ശ്ലാഘിച്ചു, അപ്പം തന്നെ സ്വം സ്വം ലോകം യയു, അവരവരുടെ ലോകത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഭഗവത് ഭക്തന്മാരാണ് ബ്രഹ്മാവ്, മഹാദേവൻ തുടങ്ങിയവരൊക്കെ. അപ്പം അവർക്ക് ആദ്യം കാണാൻ സാധിച്ചില്ല. ഭക്തിയോടുകൂടി ഭഗവാനെ വിചാരിച്ച് നോക്കിയപ്പോൾ ആ യോഗമഹിമ കൊണ്ട് വൈകുണ്ഠത്തിലേക്കാണ് ഭഗവാൻ പോയത് എന്നവർക്ക് മനസ്സിലായി. അപ്പോൾ ആ ദിവ്യമായ യോഗവിശേഷത്തെക്കുറിച്ച് സ്തുതിച്ചും കൊണ്ട് ബ്രഹ്മാവ് സത്യലോകത്തിലേക്കും മഹാദേവൻ കൈലാസത്തിലേക്കും ദേവേന്ദ്രൻ തുടങ്ങിയവർ സ്വർഗത്തിലേക്കും യാത്രയായി. രാജൻ പരസ്യ തനുഭൃജ്ജനനാപ്യയേഹാമായാമിഡംബനമവേഹി യഥാ നടസ്യ സൃഷ്ട്വാത്മനേതമനുവിശ്യ വിഹൃത്യ ചാന്തേ സംഹൃത്യ ചാത്മമഹിനോ പരത സ ആസ്തേ. രാജാവേ, പരീക്ഷിത്തെ, പരസ്യ തനുഭൃജ്ജനാനാപ്യയേഹ, പരനായ ഭഗവാന്റെ ജനങ്ങളുടെ ഇടയിലുള്ള ജനനം, മരണം തുടങ്ങിയ പ്രവർത്തികൾ ഏതുപോലെയാണ്? യഥാ നടസ്യ മായാവിഡംബനം, നടൻ്റെ, വേഷക്കാരൻ്റെ മായാനുകരണം എന്ന് അവേഹി, രാജാവെ അങ്ങ് മനസ്സിലാക്കിക്കോളൂ. ആത്മനാ ഇതം സൃഷ്ടുവ, സ്വന്തമായിട്ട് ഇതിനെ സൃഷ്ടിച്ചിട്ട്, അനുവിശ്യ, അതിലേക്ക് അനുപ്രവേശിച്ചിട്ട്, വിഹൃത്യ, അതിൽ ക്രീഡകളാടിയിട്ട്, അന്തേ സംഹൃത്യ, അവസാനത്തിൽ അതിനെ സംഹരിച്ചിട്ട്, ആത്മമഹിന, ആത്മമഹിമ കൊണ്ട്, ഉപരതഃ, ഒന്നിലും ചേർച്ചയില്ലാത്തവനായി, സ ആസ്തേ, ഭഗവാൻ ഇരിക്കുന്നു. ഭഗവാൻ യാദവന്മാരുടെ ഇടയിൽ ജനിച്ചതും വളർന്നതും കളിച്ചതും ഇപ്പോൾ ഇതാ അവസാനം സ്വധാമത്തിലേക്ക് തിരിച്ചുപോയതും പല ലീലകൾ ആടിത്തിമർത്തതും അഭിനയിച്ചതും ഇത് ഭഗവാന്റെ മായാവിലാസം മാത്രമാണ്. ഏതുപോലെ
ഒരു വേഷത്തിനനുസരിച്ച്, കഥാപാത്രത്തിനനുസരിച്ച് അഭിനേതാവ് വേഷം കെട്ടുന്നത് പോലെ കളിക്കാരൻ്റെ സ്വരൂപത്തിന് യാതൊരു മാറ്റവുമില്ല, പുറമേ മാത്രമേ ഉള്ളൂ ഈ വേഷം കെട്ടൊക്കെ. ഇതേപോലെ ആ ഭഗവാൻ അവതാരങ്ങൾ പലതും എടുത്തു. മത്സ്യമായും കൂർമ്മമായും വരാഹമായും നരസിംഹമായും ഒക്കെ പല അവതാരങ്ങളും എടുത്തു. പക്ഷേ ഇതൊന്നും തന്നെ ഭഗവാന്റെ സ്വരൂപത്തിനൊരു മാറ്റവും വരുന്നില്ല. ഇപ്പം ഭഗവാൻ ലോകത്തെ മുഴുവൻ സ്വേച്ഛയാ സൃഷ്ടിച്ചു, അതിൽ താൻ തന്നെ പ്രവേശിച്ചു. 2 പരാർത്ഥകാലം കഴിയുമ്പോൾ സകലതും തന്നിലേക്ക് തന്നെ ഒതുക്കണു. 2 പരാർത്ഥം കഴിയുമ്പോൾ ബ്രഹ്മാവ് മാറുന്ന. ഇപ്പം ഭഗവാൻ സ്വീകരിച്ചുപേക്ഷിച്ചതിൽ ഭഗവാൻ നിർവികാരനായിരുന്നു. ഭഗവാന് വികാരങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് സാധാരണ ജീവികളുടെ മരണം കേട്ട് വ്യസനിക്കുന്നത് പോലെ ഭഗവാന്റെ സ്വധാമഗമനത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ വിഷമിക്കാൻ പാടില്ല. അങ്ങ് വിഷമിക്കരുത് എന്ന് ഉറപ്പിക്കുകയാണ് ശ്രീ ശുബ്രഹ്മർഷി പരീക്ഷത്തിൻ്റെ മുമ്പിൽ. മർത്യേനയോ ഗുരുസുതം യമലോകനീതം ത്വാം ചാനയച്ഛരണത പരമാസ്ത്രദഗ്ധം ജിഗ്യേന്തകാന്തകമപീശമസാവനീശ കിം സ്വാവനേ സ്വരനയൻ മൃഗയും സദേഹം. ഭഗവാന്റെ ഈ അവതാരത്തിലെ പ്രത്യേകതകൾ പറയുകയാണ്. യാഹ് ആരാണോ യമലോകനീതം ഗുരുസുതം മർത്തേന ആനയൽ, യമനാൽ തൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ട ഗുരുവിൻ്റെ പുത്രനെ, സന്ദീപനിയുടെ പുത്രനെ, മർത്തേന ആനയൽ, മർത്യനായിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ സ്വശരീരത്തോടുകൂടി, മനുഷ്യ ശരീരത്തോടുകൂടി ആരാണോ കൊണ്ടുവന്നത്, ശരണദഹ, ശരണം പ്രാപിച്ചവരെ രക്ഷിക്കുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാൻ ശരണദൻ ആയത്. അങ്ങനെയുള്ള ആരാണോ പരമാസ്ത്രദഗ്ധം, ബ്രഹ്മാസ്ത്രം കൊണ്ട് ദഹിപ്പിക്കപ്പെട്ട, ത്വാം അങ്ങയെ രക്ഷിച്ചത്, അന്തകാന്തകം ഈശം അപി, അന്തകൻ്റെയും അന്തകനായ യമൻ്റെയും കാലനായിരിക്കുന്ന, കാലകാലനായിരിക്കുന്ന ഈശം അപി, ആ സദാശിവനെ, മഹാദേവനെയും ജിഗ്യെ ജയിച്ചു ഭഗവാൻ, അല്ലേ ബാണയുദ്ധത്തിൽ. മൃഗയും സദേഹം സ്വ അനയൽ, വേടനെ ദേഹത്തോടുകൂടി സ്വർഗലോകത്തിലേക്ക് എത്തിപ്പിച്ചു. അസൗ സ്വാവനെ അനീശഹാക്കിം, അങ്ങനെയുള്ള ഭഗവാൻ തൻ്റെ രക്ഷയിൽ എന്തെങ്കിലും അസമർത്ഥനാണെന്ന് ചിന്തിക്കണത് ശരിയാണോ എന്നാണ് ചോദിക്കണത്. ഭഗവാന്റെ ആ പൗരുഷം, അന്തകൻ തൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുപോയി ഗുരുപുത്രനെ. അവിടെ ചെന്നിട്ട് ഭഗവാൻ എന്താ പറഞ്ഞത്? ഇത് മച്ഛാസന പുരസ്കൃത, എൻ്റെ ശാസനയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ മർത്യദേഹത്തോടു കൂടി തന്നെ പുത്രനെ യമലോകത്തുനിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ഗുരുവിന് സമർപ്പിച്ചു. ആ ഗുരുവിന് ഗുരുദക്ഷിണയായിട്ട് മരിച്ചുപോയ ഉണ്ണിയാണ് തിരിച്ചു കൊടുത്തത്. അതേപോലെ തന്നെ അങ്ങയുടെ കഥ തന്നെ ആലോചിച്ചാൽ, പരീക്ഷിത്തെ ഉത്തരാദേവി, അങ്ങയുടെ അമ്മ, അന്ന് ആ രഥത്തിലേക്ക് കയറാൻ പുറപ്പെട്ട ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ച് പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പതേ നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം അഭിദ്രവതി മാമീശ ശരസ്തപ്തായ സോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതാം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് ശരണാഗത വത്സലനായിരിക്കുന്ന ഭഗവാൻ അങ്ങേ രക്ഷിച്ചില്ലേ? അന്തകാന്തകനായ മഹാദേവനെ പോലും ബാണയുദ്ധത്തിൽ തോൽപ്പിച്ചില്ലേ? മഹാപാപിയായ വേടന് സ്വശരീരത്തോടുകൂടി ഭഗവാന്റെ ലോകത്തിലേക്ക്, അല്ലെങ്കിൽ സ്വർഗലോകത്തിലേക്ക് എത്തിക്കാൻ ഭഗവാന് സാധിച്ചില്ലേ? ഇങ്ങനെ അത്യാശ്ചര്യങ്ങളായിരിക്കുന്ന, ആശ്ചര്യങ്ങളല്ല അത്യാശ്ചര്യങ്ങളായിരിക്കുന്ന ലീലകളാടിയ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ രക്ഷ ചെയ്യാൻ ഭഗവാന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ പിന്നെ അവതാരം എന്തിനു വേണ്ടിയാണോ ചെയ്തത് അതിൻ്റെ പ്രവൃത്തികളൊക്കെ പൂർത്തിയായപ്പോൾ ഭഗവാൻ അവിടുന്ന് യാത്രയായി എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പ്രവൃത്തി കഴിഞ്ഞാൽ അത് ചെയ്യുന്ന ആൾ അവിടുന്ന് പോകുന്നത് പോലെ ഭഗവാൻ ഈ മനുഷ്യലോകത്ത് താൻ ചെയ്യേണ്ടതായിരിക്കുന്ന കർമ്മങ്ങളെ പൂർത്തീകരിച്ച് ഭഗവാൻ അവിടുന്ന് മടങ്ങിപ്പോയി എന്ന് മാത്രം. തഥാപ്യശേഷസ്ഥിതി സംഭവാപ്യേഷ്യനന്യഹേതുർ യദശേഷശക്തിധൃക് നൈച്ഛത്
പ്രണേതും വപുരത്ര ശേഷിതം മർത്യേന കിം സ്വസ്ഥഗതിം പ്രദർശയൻ അശേഷസ്ഥിതി സംഭവാപ്യേഷു. എല്ലാത്തിൻ്റെയും രക്ഷ, ഉൽപ്പത്തി, നാശം, സൃജതി, അവധി, അത്തി, ഇതിൽ അന്യഹേതു മറ്റ് കാരണം കൂടാതെ ഇരിക്കുന്നു. യത് യാതൊന്ന് കാരണമായി അശേഷ ശക്തിധൃക്ക് സകല ശക്തികളെയും ധരിച്ചിരിക്കുന്നു. തഥാപി ഇതൊക്കെയാണെങ്കിലും നിജം വപു തൻ്റെ ദേഹത്തെ അത്ര ശേഷിതും ഇവിടെ ശേഷിച്ചതായിട്ട് പ്രണേതും ചെയ്യാനായിക്കൊണ്ട് ന ഐച്ഛൽ ആഗ്രഹിച്ചില്ല. മർത്യേന കിം മനുഷ്യദേഹം കൊണ്ട് എന്താണ് ഫലമുള്ളത്? സ്വസ്ഥഗതിം പ്രദർശയൻ ആത്മനിഷ്ഠന്മാരുടെ, ആത്മജ്ഞാനികളായിരിക്കുന്ന ആത്മാരാമന്മാരായിരിക്കുന്ന ഋഷീശ്വരന്മാരുടെ ഗതിയെ ഭഗവാൻ കാണിച്ചു കൊടുത്തു എന്നാണ്. എല്ലാ ലോകങ്ങളും ഉണ്ടാക്കുകയും നിയന്ത്രിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഭഗവാൻ, പരാപേക്ഷയില്ലാതെ സ്വയമേവ ഇതിനു മുഴുവൻ കാരണമായിരിക്കുന്ന ഭഗവാൻ, എല്ലാം പ്രവർത്തിക്കാനുള്ള ശക്തി സമുദായത്തെ ധരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ, എന്നിട്ടും ഈ യാദവ ശരീരം ഈ ലോകത്തിൽ പിന്നെയും നിലനിർത്താൻ ഭഗവാൻ ആഗ്രഹിച്ചില്ല. നശിച്ചു പോകുന്ന മനുഷ്യദേഹം കൊണ്ട് ആത്മാരാമന്മാർക്ക് എന്താ ഫലമുള്ളത്? ആത്മധ്യാനത്തോടുകൂടി മഹാന്മാര് ദിവ്യഗതി സ്വേച്ഛയാ പ്രാപിക്കുകയാണ് ചെയ്യുന്നത് എന്ന് കാണിക്കുകയാണ് ഭഗവാൻ. ഈ ദേഹത്തെ വളരെ കാലം ഈ ലോകത്തിൽ നിർത്തിയാൽ ഒരുപക്ഷെ യോഗികൾ പോലും കായസിദ്ധി ലഭിക്കാൻ മോഹിച്ചു എന്ന് വരാം. അപ്പോൾ വിഷയത്തിൽ നിന്ന് ഉപരതി വരില്ല. അങ്ങനെ വരരുത് എന്നും ദിവ്യഗതി പ്രാപിക്കുന്നത് തന്നെ ആയിരിക്കണം പരമമായ ലക്ഷ്യം, ഭക്തന്മാരുടെ ഉത്തമമായ ഉദ്ദേശം എന്ന് ഭഗവാൻ കാണിച്ചു തരികയാണ്. അങ്ങനെ തൻ്റെ ശരീരത്തെ യോഗശക്തി കൊണ്ട് അഗ്നിക്ക് കൊടുക്കാതെ ഭഗവാൻ ഇവിടെ ഉപേക്ഷിച്ചു. ആ സത്യസ്വരൂപൻ ഈ ലോകത്തിൽ നിന്നും തൻ്റെ സ്വരൂപത്തെ മറച്ചു. അത്രയേ ഉള്ളൂ. യേതാം പ്രാതരുദ്ധായ കൃഷ്ണസ്യ പദവീം പരാം പ്രേതകീർത്തയേൽ ഭക്തിയാ താമേവാപ്നോത്യനുത്തമാം പറഞ്ഞു. ഏതൊരു കാര്യം കഴിഞ്ഞാലും അതിൻ്റെ ഫലശ്രുതി പറയുക എന്നുള്ളതുണ്ട്. ഇവിടെ ശ്രീശു ബ്രഹ്മർഷി പറയുകയാണ്, യാ ആരാണോ പ്രാതഃ ഉദ്ധായ കാലത്ത് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റിട്ട് കൃഷ്ണസ്യ ഏതാം പരാം പദവിയും ശ്രീകൃഷ്ണൻ്റെ ഈ പരമപദവിയെ ഭക്തിയാ ഭക്തിയോടുകൂടി പ്രയതഃ ഇന്ദ്രിയങ്ങളെ അടക്കിക്കൊണ്ട് കീർത്തയേൽ കീർത്തിക്കുന്നത് സ അവൻ താം ഏവ അനുത്തമാം ഗതിം ആ ശ്രേഷ്ഠഗതിയെ ഭഗവാന്റെ ഗതിയെ തന്നെ ആപ്നോതി പ്രാപിക്കുന്നു. കാലത്തെഴുന്നേറ്റ് ദേഹശുദ്ധി ചെയ്ത് മനഃശുദ്ധിയോടുകൂടി വേണ്ട പോലെ ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി ചിത്തനായി ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടി ശ്രീകൃഷ്ണപൂർത്തിയുടെ ആ ഭക്തിപൂർത്തിയുടെ പരമപദ പ്രാപ്തി ആരാണോ പാടുന്നത്, ആരാണോ കീർത്തിക്കുന്നത്, അവർക്കും ഭഗവത് കാരുണ്യ ലാഭം കൊണ്ട് ആ പരമഗതിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്ന് പറയുന്നു. എന്നിട്ട് പറഞ്ഞു, ദാരുകൻ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ദാരുകോ ദ്വാരകാമേത്യ വസുദേവോഗ്രസേനയോ പതിത്വാ ചരണാവസ്രൈ ന്യഷിഞ്ചൽ കൃഷ്ണവിച്യുത. ദാരുകൻ ദ്വാരകാം ഏത്യ ദ്വാരകയിൽ എത്തിയിട്ട് വസുദേവോഗ്രസേനയോഹോ വസുദേവൻ്റെയും ഉഗ്രസേനൻ്റെയും ചരണവും പാദങ്ങളെ പതിത്വ നമസ്കരിച്ചിട്ട് കൃഷ്ണവിച്യുത അശ്രൈ ന്യഷിഞ്ചൽ ശ്രീകൃഷ്ണനിൽ നിന്ന് വേറിട്ടതുകൊണ്ട് ആ ദുഃഖത്തെ, ശ്രീകൃഷ്ണൻ സ്വധാമത്തിലേക്ക് പോയതിൻ്റെ ആ വിഷമത്തെ, ദുഃഖത്തെ ആ ഉള്ളിൽ നിറഞ്ഞതുകൊണ്ട് അത് കണ്ണീരായിട്ട് പുറത്തേക്ക് വന്നു എന്നാണ്. ദ്വാരകയിൽ വസുദേവരുടെയും ഉഗ്രസേനൻ്റെയും മുമ്പിൽ ചെന്ന് അവരുടെ പാദങ്ങൾ കണ്ണീരുകൊണ്ട് കഴുകി അവിടെ ആ കഥകൾ ഭഗവാന്റെ സ്വധാമഗമനത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്.
അങ്ങനെയുള്ള 15-ാമത്തെ ശ്ലോകത്തോടു കൂടി നമുക്ക് ഇന്ന് സമർപ്പിക്കാം. നാളെ ഈ അധ്യായത്തിൻ്റെ ഏകാദശ സ്കന്ധത്തിലെ 31-ാമത്തെ അധ്യായത്തിൻ്റെ സമർപ്പണം. അതോടുകൂടി ഏകാദശ സ്കന്ധം പൂർത്തിയാവുന്നു. ഈ അക്ഷരോപാസന ദ്വാദശ സ്കന്ധത്തിലേക്ക് 12-ാമത്തെ സ്കന്ധത്തിലേക്ക് കടക്കും. അവിടെ 12-ാമത്തെ സ്കന്ധത്തിൽ നമുക്കറിയാം 13 അധ്യായങ്ങളാണുള്ളത്. ആ 13 അധ്യായങ്ങൾ കൂടി പാരായണം ചെയ്ത് അനുസ്മരിച്ച് നമുക്ക് സമർപ്പിക്കണം. അതിനുള്ള ശക്തിയും ശേമുഷിയും അനുജ്ഞയും അനുവാദവും അനുഗ്രഹവും പൊന്നുഗുരുവായൂരപ്പൻ തന്നെ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കളെ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരിയോം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ
ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദരരൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.